വറ്റൽ മുളകാണ് കേട്ടോ. നല്ല രസമില്ല ഇങ്ങനെ കൂട്ടിയിട്ട് കിടക്കുന്ന കാണാൻ. ബാംഗ്ലൂരിൽ നിന്ന് പുറത്ത് നമ്മൾ കർണാടകയിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ സംഭവം ഹൈവേയുടെ സൈഡിൽ പല വില്ലേജിൻ്റെ സൈഡിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഇതിന് മുമ്പ് ഒരിക്കൽ നമ്മൾ ഉടുപ്പിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരുമ്പം ഇതുപോലെ മുളക് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇതെന്താ മുളകല്ലേ, നമുക്ക് കടയിൽ കിട്ടത്തില്ലേന്ന് ചോദിച്ചാൽ ശരിയാ, പുറത്തുനിന്ന് നല്ല പോളിഷ്ഡായിട്ട് തോന്നും. ചിലപ്പോഴൊക്കെ നമ്മൾ അകത്ത് പൊട്ടിച്ച് നോക്കുമ്പം ഈ പൂപ്പലൊക്കെ പോലെ ഫീൽ ചെയ്യത്തില്ലേ. ഞാനിങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് ഇതുവരെ അതുപോലെ ഒരു മോശം മുളക് ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഈ മുളകിൻ്റെ വെറൈറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മുളക് നല്ല എരിവുള്ള മുളകായിരിക്കും. ഇത് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഇതിന് വീതി കുറവാണ്. നീളം ഇച്ചിരി ഉണ്ട് ഇല്ലാതെ ഇരിക്കും, പക്ഷേ വീതി നല്ല കുറവായിരിക്കും. ഇത് എരിവ് വേണ്ട മുളകാണെങ്കിൽ ഇതിൽ നിന്ന് വാങ്ങിക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി മുളക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും കണ്ടാലറിയാം. ഇങ്ങനെ ഈ പിരിപിരാന്ന് ചുരുണ്ട് മെനഞ്ഞൊക്കെ ഇരിക്കുന്ന ഈ മുളകാണ് കാശ്മീരി മുളക്. ഇതിന് കളറ് കാണും, എരിവ് കുറവായിരിക്കും. പിന്നെ കുറച്ച് വീതി കൂടിയ നമ്മുടെ മുളക്, അതിന് മറ്റേ ചെറിയ മുളക് പോലെ തന്നെ വീതി ഉണ്ടാകും, ശകല നീളം ഉണ്ടാകും. ആ മുളകിന് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിടുമ്പം അതിനും എരിവ് കുറവായിരിക്കും. അപ്പോൾ ഈ മുളക് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നണ്ട കേട്ടോ. ഇത് തന്നെ പിന്നെ ഗുണ്ടൂർ മുളകോ വട്ടത്തിലൊക്കെയുള്ള മുളക് അതൊക്കെ അവർ കടുക് വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ മോസ്റ്റ്ലി ഇത് ഈ 3 മുളകിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഇത് പൊടിച്ചാണ് ഞാൻ വെക്കുന്നത്, കറിയിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ ഒരു വിശ്വാസം നാടനാണ്, ഒറിജിനലാണെന്നൊക്കെ. പിന്നെ ഇവരുടെ കയ്യിൽ തന്നെ നല്ല പുളിയും നമുക്ക് ഈ കടയിൽ കിട്ടാത്ത തരം വെറൈറ്റി ദാലൊക്കെ ഇവർ വെച്ച് വെക്കും കേട്ടോ. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടിയ ചുമ്മാ വാങ്ങിച്ച് പൊടിച്ച് വെക്കുന്നേ.